ഹലോ, ഹായ്, എല്ലാവർക്കും കാരുണ്യ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ കൂട്ടുകാരെ? എനിക്കും കുറച്ചൊക്കെ സുഖമുണ്ട് കേട്ടോ. കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചാണ്. മഴക്കാലമാണെങ്കിൽ എന്നും അസുഖമായിരിക്കും. വെയിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സുഖമുണ്ട്, അല്ലെങ്കിൽ ചുമയും പനിയും മറ്റസുഖങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ എൻ്റെ ചാനലൊക്കെ എല്ലാവരും കാണണം, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ലൈവിലൊക്കെ വരുന്നുണ്ട് കൂട്ടുകാർ, വ്യൂസൊക്കെ കൂടുന്നുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. പിന്നെ ഞാനിന്ന് പറയാൻ പോകുന്നതേ, ഇവിടെ പോലീസ് ആയുക്താലയത്തിൻ്റെ ഭൂമി പൂജൻ നമ്മുടെ മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ ദേവേന്ദ്ര ഫഡ്നവിസ് സാർ ഉദ്ഘാടനം ചെയ്യുന്നെന്നും പറഞ്ഞ് കുറച്ച് നാളുകളായിട്ട് പരസ്യവും ടി വിയിലും പേപ്പറിലും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കൂട്ടുകാരെ. നമ്മുടെ മുഖ്യമന്ത്രി മഹാരാഷ്ട്രയുടെ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടൊക്കെ വരുന്നുണ്ട്, ഒന്ന് പോയി കാണാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെയാണ്, ഏത് രീതിയിൽ അവിടെ കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോവുകയും എല്ലാ കാര്യങ്ങളുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് പറയാൻ പറ്റുമോ, എനിക്ക് വന്ന് കാണാൻ അവസരം തരണം, അങ്ങനെയൊന്നും പറയാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ കൂട്ടുകാരെ, ഒരാഴ്ചയ്ക്ക് മുമ്പേ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വരുന്നു. അവിടുത്തെ ഒരു മാഡത്തിൻ്റെ, രൂപാലി മാഡത്തിൻ്റെ, നായർ മാഡം, അവിടുത്തെ ഇൻസ്പെക്ടർ പറഞ്ഞു, സാലുങ്കെ സാർ പറഞ്ഞു നായർ മാഡത്തിനൊക്കെ ഇൻവിറ്റേഷനും കൊടുക്കണമെന്നും പറഞ്ഞു. അവരുടെയൊക്കെ പെർമിഷൻ വേണമല്ലോ. അങ്ങനെ എന്നെ വിളിച്ചു. അപ്പം വിളിച്ചിട്ട് എന്തോ ചോദിക്കുന്നതെന്നറിയാമോ കൂട്ടുകാരെ? എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇൻവിറ്റേഷൻ തരട്ടെ എന്ന്, അതിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ. ഞാൻ പറഞ്ഞു, വേണ്ട മാഡം, ഞാൻ അങ്ങോട്ട് വന്ന് കളക്ട് ചെയ്തോളാം. ഇത്രയും വലിയ പ്രോഗ്രാം നടക്കുന്നിടത്ത് നമ്മളെ അവർ ക്ഷണിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് ആ ലെറ്റർ മേടിക്കുന്നത് എനിക്ക് വിഷമമുള്ള കാര്യമാണ്. ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് മേടിച്ചോളാമെന്ന് പറഞ്ഞു കൂട്ടുകാർ. അപ്പോൾ പറഞ്ഞു, മാഡം പറഞ്ഞു, സമയം പറയണം, അതനുസരിച്ച് ഞങ്ങളിവിടെ കാണും, മാഡം വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞപ്പം പറഞ്ഞു, ഞാൻ വരുന്നുണ്ട് മാഡം എന്ന് പറഞ്ഞു. മാഡം പറഞ്ഞു വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയി. മാഡം എനിക്ക് ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ തന്നു. അങ്ങനെ ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ തന്നു. അപ്പം പരസ്പരം അവർ പറഞ്ഞു ഫോട്ടോ ഒക്കെ എടുക്കുക. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. ആ ഫോട്ടോ ഞാൻ ഇതിനകത്ത് സെൻഡ് ചെയ്യാം. ഞാനപ്പോൾ ആ ഇൻവിറ്റേഷനും മേടിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമായിരുന്നു കൂട്ടുകാർ. അന്നേരം ആ പോലീസ് സ്റ്റേഷനിലെ വേറൊരു സാറ് പറയുക, സാറിൻ്റെ വകയായിട്ട് കൂടെ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിക്കണം മാഡം എന്ന്. ആ സാറും പറയാം ഫോട്ടോ എടുക്കുമെന്നും പറഞ്ഞ് എനിക്ക് ഇൻവിറ്റേഷനും തന്ന് ആ സാറിൻ്റെ കൂടെ നിന്ന് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇൻസ്പെക്ടറിനെ കണ്ടു, സാലുങ്കെ സാറ് സംസാരിച്ച്, ആ ഇൻവിറ്റേഷനൊക്കെ മേടിച്ചോ മാഡം? ഞാൻ പറഞ്ഞു, കിട്ടി സാറേ. പറഞ്ഞു, മാഡത്തിൻ്റെ പരിചയത്തിലുള്ള കുറേ പേരെ കൂടെ ക്ഷണിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങ് സന്തോഷമായി. അപ്പോൾ ഞാൻ കോർപ്പറേഷനിലുള്ള 2-3 സാറുമാർ, ഞങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സിലുള്ള കുറേ സാറുമാർ ഒക്കെ കൂടെ ക്ഷണിച്ച് ആ ചടങ്ങിന് വരാനായിട്ട്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി മോളും വന്നിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പ്രോഗ്രാമിന് പോയി. ഭയങ്കര ജനത്തിരക്കായിരുന്നു കൂട്ടുകാരെ, ഭയങ്കര ജനത്തിരക്കായിരുന്നു. 2ാം നിരയിൽ പോയിരുന്ന് ഞാൻ ഭയങ്കര പ്രോഗ്രാമിനെല്ലാം കണ്ട് ആസ്വദിച്ച് മിനിസ്റ്ററിൻ്റെ പ്രസംഗമൊക്കെ കേട്ട് ഒത്തിരി സന്തോഷമുണ്ടായി കൂട്ടുകാരി, ഒത്തിരി സന്തോഷമുണ്ടായി. അങ്ങനത്തെ ആ ചടങ്ങിലൊക്കെ അവരൊക്കെ നമ്മളെ ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലേ എനിക്കതിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോടും ഇവിടുത്തെ നാട്ടുകാരോടും എല്ലാവരോടും ഒത്തിരി സ്നേഹമുണ്ട് കൂട്ടുകാർ. ഈ ഇൻവിറ്റേഷനാണത്.